ചാക്കോച്ചൻ മോംസ് ആൻഡ് വൈഫ്സിലാണ്. മോംസ് ആൻഡ് വൈഫ്സ് ശരിക്കും വീട്ടിനുള്ളിൽ സ്റ്റക്കായി പോയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ചോദിക്കുന്നത്, സാധാരണഗതിയിൽ ഇപ്പോൾ കുറേ ജനറേഷൻസിൻ്റെ ഒരു ഹാർട്ട് ത്രോബാണ്, കുറേ ആളുകളെ കണ്ടിട്ടുള്ള ഒരാളുമാണ്. അതെന്താ പ്ലീസ്. സോ നമ്മുടെ നാട്ടിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു സ്ത്രീക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഇപ്പം നമ്മളെപ്പോഴും ഈക്വാലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അതിലൊരു ജെൻഡർ ബയസ് ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ കണ്ടിട്ടുള്ള സ്ത്രീകളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ഐ ഹാവ് സീൻ ദാറ്റ് ഹാപ്പൻ. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ആൻഡ് ഐ ഹാവ് ഫെൽറ്റ് ദാറ്റ് ഓൾവേസ് gender bias should not be there and gender equality should be the new norm. It had always been like that in my family. സോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ലക്ഷറി, ഇറ്റ്സ് എ നെസസിറ്റി ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ന്യൂ നോം ഇൻ അവർ ലൈഫ്സ്. സാധാരണഗതിയിൽ പലപ്പോഴും പറയുന്നത്, ഇപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും, നല്ല റാങ്ക് വാങ്ങിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവരെ എവിടെയോ കാണുമെന്ന് വിചാരിക്കും, പക്ഷെ അവിടെ നമ്മൾ അവരെ കാണാറില്ല. ചില ആളുകൾക്ക് കുടുംബം പലപ്പോഴും അല്ലെങ്കിൽ വീട് പലപ്പോഴും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് മാറാറുണ്ട്. അങ്ങനെ പേഴ്സണൽ ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ? എക്സ്ക്യൂസ് മീ ഗൈസ്, കുറച്ച് സൗണ്ട് കുറച്ചാൽ. ഇല്ല, അങ്ങനെ ഞാൻ ആരെയും കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. മേ ബി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഫോർച്യുനേറ്റ്ലി ഫോർ മീ ഐ ഹാവൻ സീൻ such ladies who have been faring well in their curriculum or school or college days, and after their marriage they are still bound in their homes. So adile pagaram I have seen some wonderful women who have come up in their lives better than they were in their college or school days. So ippam എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും ഇൻ കേസ് എൻ്റെ വൈഫിൻ്റെ കാര്യമാണെങ്കിൽ ഷീ ഈസ് ആക്ച്വലി മോർ എഡ്യൂക്കേറ്റഡ് ദാൻ മീ. ഷീ ഈസ് ഇൻ മൈ ഹോം ബട്ട് ഷീ ഈസ് ദ സ്ട്രോങ് പോയിൻറ്റ് ഫോർ മീ. ഞാൻ എന്താണോ ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നത്, ദാറ്റ് സോൾലി ബിലോങ്സ് ടു ഹെർ ഹാർഡ് വർക്ക്, ഹെർ കമ്മിറ്റ്മെൻറ്റ്, ഹെർ വിഷൻ ആൻഡ് പാഷൻ. So more than my passion and vision, her vision and passion has helped me to move forward. കുറച്ച് മുന്നേ, അതായത് ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന റേഡിയോ മാംഗോയിലായിരുന്നു. സോ മാംഗോയിൽ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു ശാലിനിയുടെ അടുത്ത കാര്യം പറയണ്ടായിരുന്നു, ട്രാഫിക്കിൻ്റെ സമയത്തെങ്ങാണ്ടാണ് തോന്നുന്നു, ലൈഫിലൊരു വലിയൊരു സമയം ബ്രേക്കിലൂടെ കടന്നു പോയിരുന്ന സമയത്ത് പ്രിയ തന്നുള്ളൊരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി, ഒരു കാരണം ഇപ്പം ഞാൻ ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് നിന്നപ്പോൾ പോലും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് എന്നെക്കാളും കൂടുതൽ ആഗ്രഹിക്കും. അതിനുവേണ്ടി എന്നെ പുഷ് ചെയ്തതും എൻ്റെ വൈഫാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. കാരണം എന്നെക്കാളും കൂടുതൽ എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, ആ ഒരു സിനിമയിലുള്ള പാഷൻ എന്നെ റീഇഗ്നൈറ്റ് ചെയ്തതും എൻ്റെ വൈഫാണ്. സോ മേ ബി ഷീ ഈസ് നോട്ട് ഫോളോയിങ് വാട്ട് ഹെർ കരിക്കുലം വാസ്, ഐ മീൻ ലൈക്ക് വാട്ട് ഷീ സ്റ്റഡീഡ്. അതായിരിക്കില്ല പുള്ളിക്കാരി ഇപ്പോൾ ലൈഫിൽ ചെയ്യുന്നത്. ബട്ട് ഷീ ഈസ് ഡൂയിങ് സംതിങ് മച്ച് മോർ വണ്ടർഫുൾ ആൻഡ് ബെറ്റർ ആൻഡ് പ്രോമിസിങ്. മോംസ് ആൻഡ് വൈഫ്സ് പോലെ ഒരു പ്ലാറ്റ്ഫോമിന് ഇന്നത്തെ ഒരു കാലത്ത് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നാണ് ചാക്കോച്ചൻ കാണുന്നത്? ഇത് കോയിൻസിഡൻ്റലി ഈ ഒരു ആപ്പിൻ്റെ ലോഞ്ചിന് വേണ്ടി ഞാൻ വരികയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട്, ഷീ വാസ് ആക്ച്വലി സോ എക്സൈറ്റഡ്. കാരണം പുള്ളിക്കാരി ഷീസ് എ ഹോം മേക്കർ, ബട്ട് ഷീസ് എ വണ്ടർഫുൾ കുക്ക്. ഷീ മേക്സ് സം വണ്ടർഫുൾ കുക്കീസ് ആൻഡ് ഓൾ. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് പ്ലേസ് ചെയ്തിട്ട് അത് ഒരു ബിസിനസ് ആംഗിളിൽ കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നു അത്. സോ ദാറ്റ് വാസ് സർപ്രൈസിങ്. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മളെക്കാളും കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു ആപ്പിൻ്റെ ഗുണഭോക്താക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു അത്. സോ ബിഗ് kudos to Moms and Wives and all the team behind it, and good luck and all the best. Thank you so much. Thank you very much.